യെസ്, അപ്പം നമ്മൾ പ്രഭാത കേരളത്തിലേക്ക് വീണ്ടും വരികയാണ്. തീർച്ചയായും. ഇനി നമ്മൾ പോകുന്ന ഒരു കാട്ടുചെടിയുടെ വിശേഷങ്ങളിലേക്കാണ്. ഞൊട്ടാഞ്ഞൊടിയൻ എന്നാണ് അറിയപ്പെടുന്നത്. അത് ഓരോ ഇടത്തും ഓരോ പേരായിരിക്കും. പക്ഷേ ഇടുക്കിയിൽ ഈ ചെടി ഞൊട്ടാഞ്ഞൊടിയൻ എന്നാണ് അറിയപ്പെടുന്നത്. ഗോൾഡൻ ബെറി എന്നാണ് ഇതിന്റെ ഇംഗ്ലീഷ് പേര്. എന്തായാലും ഈ ചെടി കൃഷി ചെയ്ത് വളരെയധികം വരുമാനം കണ്ടെത്തുകയാണ് ഇടുക്കിയിലെ ഒരു കർഷകൻ. ആ റിപ്പോർട്ടിലേക്ക് പോയിട്ട് മടങ്ങിയത്. കാഴ്ചയിൽ കാട്ടുചെടി, പേര് ഞൊട്ടാഞ്ഞൊടിയൻ, എന്നാൽ വിപണിയിൽ ഗോൾഡൻ വില. വിദേശ രാജ്യങ്ങളിൽ മികച്ച വിലയും ഔഷധമൂല്യവുമുള്ള ഈ പഴം കാന്തല്ലൂർ, മറയൂർ മേഖലകളിലെ കാലാവസ്ഥയിൽ നന്നായി വളരാറുണ്ട്. ഫൈസിലിസ് മിനിമ എന്നാണ് ഈ പഴത്തിന്റെ ശാസ്ത്രീയ നാമം. മഴക്കാലത്താണ് ഈ ചെടി മുളയ്ക്കുന്നതും പൂക്കുന്നതും കായ്ക്കുന്നതും. ഇതിന്റെ പച്ചക്കായ്ക്ക് ചവർപ്പാണ്. പഴുത്താൽ പുളി കലർന്ന മധുരമുള്ള രുചിയായിരിക്കും. അധികം ആരാലും ശ്രദ്ധിക്കാതെ കാട്ടുചെടികൾക്കിടയിൽ വളരുന്ന ഗോൾഡൻ ബെറി കൃഷി ചെയ്ത് മികച്ച വരുമാനം കണ്ടെത്തുകയാണ് കട്ടപ്പന വെള്ളയാംകുടി വേഴപ്പറമ്പിൽ ജോസ് ജോർജ്. ഞൊട്ടാഞ്ഞൊടിയന് കിലോയ്ക്ക് 1000 മുതൽ 2000 രൂപ വരെയാണ് വില. വിപണി സാധ്യത മനസ്സിലാക്കിയാണ് ജോസ് കൃഷിയിലേക്ക് തിരിഞ്ഞത്. ഞാൻ സുഹൃത്തിൻ്റെ വീട്ടിൽ ഇത് ആദിവാസികൾ കളക്ട് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ ഇതിന് 1000 രൂപ മേളിൽ മാർക്കറ്റ് ഉണ്ടെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അതും പ്രകാരമാണ് ഞാനിതിലേക്കൊന്ന് തിരിയാൻ കാരണം. അപ്പോൾ അത് ഞാനിപ്പോൾ അപ്പോൾ അവിടുന്ന് കുറേ അരി എടുത്തുകൊണ്ട് പോയി പാകി വെപ്പിച്ചു. ദിവസം 2 മാസം വേണ്ട എടുത്ത് കിളുത്ത് 5000 വെള്ളത്തിൽ. അത് 500 തൈയോളം ഞാൻ ഉൽപ്പാദിപ്പിച്ചായിരുന്നു. അപ്പോൾ അതിനകത്തൊരു 100-300 നാം വെച്ചത്. ഇത് വിദേശ രാജ്യങ്ങളിൽ ബൾക്കായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അത് കൂടുതലും മരുന്ന് ഇതുപോലുള്ള ഈ എനർജി ഡ്രിങ്കുകൾക്കായിട്ടും ഒക്കെ ആയിട്ടാണ് ഇതിൻ്റെ കൃഷി നടത്തുന്നത്. രോഗപ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്താനും ഹൃദയാരോഗ്യമേകാനും ഈ ഫലം സഹായിക്കുന്നു. ഇതിലടങ്ങിയ പോളിഫിനോളുകൾ വിവിധ ഇനം അർബുദങ്ങൾ വളരാനുള്ള സാധ്യതയെയും വ്യാപനത്തെയും തടയുന്നു. ജൈവരീതിയിലാണ് ജോസിന്റെ കൃഷി. എത്രമാത്രം പഴങ്ങൾ ഉൽപ്പാദിപ്പിച്ചാലും വിറ്റഴിക്കാൻ വിപണികളുണ്ടെന്ന് ജോസ് പറയുന്നു. അതിനാൽ കൂടുതലായി ഞൊട്ടാഞ്ഞൊടിയൻ പഴം ഉൽപ്പാദിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ഈ കർഷകൻ. ന്യൂസ് 18 ഇടുക്കി. ഈ പറമ്പിൽ ഞൊട്ടാഞ്ഞൊടിയിൽ നിന്ന് ആരും അങ്ങ് പെട്ടെന്ന് പറിച്ചു കളയാൻ വരട്ടെ എന്നതാണ് ഈ സ്റ്റോറി സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ കോഴിക്കോട്ടേക്കാണ് പോകുന്നത്. കോഴിക്കോട്ടേക്ക് പോകുമ്പോൾ ഒറ്റ മഴയ്ക്ക് തന്നെ വെള്ളം നിറയുന്ന ഇടമാണ് കോഴിക്കോട്ടെ മാവൂർ. അവിടെ ഏക്കർ കണക്കിന് ഇടത്ത് നേന്ത്രവാഴ കൃഷി ഉണ്ടായിരുന്നു. പക്ഷേ വെള്ളം കയറി ഈ കൃഷി നശിക്കുന്ന പതിവായിരുന്നു. ഇതോടുകൂടി അവിടുത്തെ കർഷകർ തന്നെ ഒരു ബദൽ മാർഗം കണ്ടെത്തി. കുള്ളൻ വാഴയാണ് ഇപ്പോൾ അവിടുത്തെ താരൻ. ശ്രീജിത്ത് സി കല്ലുമുട്ടിയുടെ റിപ്പോർട്ട് കാണാം. ഈ മഴക്കാലത്ത് വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു ശല്യമുണ്ട്. അപ്പോൾ ഞങ്ങൾ വാഴ പിന്നെ ആഗസ്റ്റിലൊക്കെയാണ് വെക്കേണ്ടത്. ആഗസ്റ്റിൽ വെച്ചാൽ ആഗസ്റ്റിൽ തന്നെ വെള്ളം വന്ന് പോയി പോകുമ്പോൾ സെപ്റ്റംബറിലാണെങ്കിലും വെള്ളം വരും. ഞങ്ങൾക്ക് ആ സമയത്ത് വെച്ചാലേ ഉള്ളൂ അടുത്ത വർഷത്തെ വെള്ളപ്പൊക്കത്തിന് വാഴക്കൊല നശിക്കാതെ കിട്ടണമെങ്കിൽ നേരത്തെ വെക്കണം. അപ്പോൾ അതുകൊണ്ട് നേരത്തെ പിന്നെ 8 മാസം 9 മാസമാവും കൊല ആയി വെട്ടിക്കഴിയാം. 9, 10, 12 മാസം വേണം മൊത്തം എടുക്കാൻ. ഇതാകുമ്പോൾ അത് വേണ്ട. ഇത് പിന്നെ ഏറ്റവും കൂടുതൽ 8 മാസം കൊണ്ട് ഫുള്ള് എടുത്ത് കഴിയും. കാരണം 4-ാം മാസത്തിൽ കൊലയ്ക്കത്. 4 മാസത്തിൽ കൊലച്ച് കഴിഞ്ഞാൽ പിന്നെ 2.5 മാസം 3 മാസം മതി ഇതിന് കൊല വിളവെടുക്കാൻ. പക്ഷേ എന്താ എല്ലാ വാഴയും ഒന്നിച്ച് കൊലയ്ക്കാത്തത് കൊണ്ട് കുറച്ചുകൂടി സമയം പിടിക്കുന്നു മാത്രം. വിത്തിനെ തന്നെ സംരക്ഷിച്ച് കൊണ്ടുവരണം ആദ്യം. അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം പിന്നെ നമ്മൾ കുഴിയെടുത്തിട്ട് അതിൽ വെക്കുക. എന്നിട്ട് ജൈവവളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. ഈ 90 ദിവസം ആകുമ്പോഴേക്ക് ഇതിൻ്റെ വളങ്ങളൊക്കെ ചെയ്ത് കഴിയാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ രാസവളം കൊടുക്കുന്ന സമയത്ത് മണ്ണിലിടണ്ട. അത് ഞങ്ങൾ ഇലയെ കൊടുക്കും. അത് ഇല കൊടുക്കുന്ന നേരത്തെ അത് നല്ല എഫക്റ്റ് ഉണ്ട് ഇതിന്. ഇതിനേശം വെള്ളം കൂടുതൽ വേണം, വെയിൽ വേണം, ജൈവവളം കൂടുതൽ വേണം. ആവറേജ് പിന്നെ 10 കിലോ ഉണ്ടാവും. കൂടുതൽ വരികയാണെങ്കിൽ 14 കിലോ വരെ വരും. പക്ഷേ എന്താ അത്രയും എല്ലാ കൊല്ലമൊന്നും കിട്ടൂല. വാഴ വിത്ത് തന്നെ പല വലുപ്പത്തിലുള്ളതായിരിക്കും.
ആ വിത്ത് ഒരേ ഐറ്റം വിത്താണെങ്കിൽ ഒന്നിച്ച് കൊലയ്ക്കും, ഒരേ വലിപ്പം കിട്ടും. പക്ഷെ മറ്റേതിനെക്കാട്ടിലും ഇതിന് വാഴക്ക് നല്ല മുഴുപ്പുണ്ടാവും, കായക്ക് നല്ല മധുരമുണ്ട്, എല്ലാം ടേസ്റ്റുള്ള പഴമാണ്. മറ്റു വാഴക്കുള്ള നനേൻ്റെ അത്ര അല്ല ഇതിന് നന വരിക. പക്ഷേ മറ്റതിന് പിന്നെ നന കുറച്ച് മതി. അത് ആഴ്ചയിൽ ഒരു നന നനച്ചാലും കുഴപ്പമില്ല. ഇത് ആഴ്ചയിൽ 2-3 നന നനയ്ക്കണം, എന്നാലേ ഇതിന് ഈർപ്പം നിലനിൽക്കുള്ളൂ. ഇതിന് ഈർപ്പം തീരെ നിർത്താൻ പറ്റില്ല. ഈർപ്പം നിർത്തിയെന്ന് വെച്ചാൽ ഇപ്പോൾ അതാ കണ്ടല്ലോ, ഈ കണയൊക്കെ മറ്റേ വാഴയൊക്കെ നോക്കുമ്പോൾ ഇത് അടുത്തടുത്ത കണയാണ്, മറ്റേതല്ല മറ്റേ അകലത്തിലേക്കും കണ. ആ ഈർപ്പം നിൽക്കുന്നതുകൊണ്ട് ഇത് വാഴ വേഗം ഇനി വണ്ണം കൂടും, കൊലക്കടുക്കുമ്പോഴേക്കും ഒന്നുകൂടി വണ്ണം കൂടും. ഇതിന് പിന്നെ മറ്റേനെക്കാട്ടും കുറച്ച് പൈസ നേരത്തെ ഒന്നിച്ചിറക്കണമെന്നേ ഉള്ളൂ. മറ്റേത് 6 മാസം കൊണ്ട് വളം ചെയ്താൽ മതി, ഇത് 3 മാസം കൊണ്ട് എല്ലാ വളം ചെയ്ത് കഴിയണം. അപ്പോൾ ഒന്നിച്ച് പൈസ കിട്ടണമെങ്കിൽ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ക്ലിയറാ. വളവും പിന്നെ ഡീസൽ, പെട്രോൾ, ഇതാണ് ഞങ്ങൾക്ക് ആവശ്യം വരുന്നത് വാഴയുടെ ആവശ്യത്തിലേക്ക്. അതൊക്കെ ലേശം വില കൂടുതലാണ്. പെട്രോളാണേലും പിന്നെ പച്ചക്കറിക്കൊക്കെ ഞങ്ങൾ പെട്രോളിൻ്റെ മോട്ടർ വെച്ചിട്ട് അടിക്കുന്നത്, വാഴയ്ക്ക് ഡീസൽ. അപ്പോൾ പിന്നെ 1000 വാഴ നനയ്ക്കണമെങ്കിൽ 2000 റുപ്യൻ്റെ ഡീസൽ വേണം ഒരു നനക്ക്. ഒരാഴ്ചയിൽ 2-3 നന വരും. കന്ന് വരുന്നത് കർണാടകനാണ്, ഇവിടെ പിന്നെ കേരളത്തിലല്ല ഇതില്ലേ. കണ്ണാറാ വാഴ ഗവേഷണ കേന്ദ്രം, അവിടെ ഒന്നും ഉൽപ്പാദിപ്പിച്ചതായിട്ട് പറയുന്നുണ്ട്. അവിടുത്തെ നാട്ടുകാരും കൊണ്ട് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഇത് എവിടുന്നാണ് കന്ന് കിട്ടിയത്. ഞാൻ പറഞ്ഞു കർണാടകയിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്, ഞങ്ങൾക്ക് ഏജൻസി ഇവിടെ തരുന്നതാണ്, VSPCKയിൽ ഇറക്കും, ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിപ്പോരും. ഇതിലെപ്പോഴും ഒരാൾ വേണം കൃഷിക്ക്, ഈ വാഴയ്ക്ക് പ്രത്യേകിച്ചും. അവർക്ക് കുറച്ച് ഒഴിവുള്ള സമയത്താണെങ്കിലും ഇപ്പോൾ ഇത് നെല്ലിന് ഉണ്ടാക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസം ഞായറാഴ്ച ലീവിനാവില്ല എല്ലാ പണിയെടുക്കുന്നത്. അതുകൊണ്ടാണ് നന്നാക്കി പോകുന്നത്. എല്ലാവരും നല്ല ഒരു ഒത്തൊരുമയുള്ള പ്രവർത്തനം നടത്തുന്നത്.